ഇന്നത്തെ റെസിപ്പി നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് ആണ്. കോമൺ ആയിട്ട് നമ്മുടെ എല്ലാവരുടെയും വീടുകളിൽ എപ്പോഴും ഉണ്ടാക്കുന്ന ഒരു ഐറ്റം തന്നെയാണ്. അപ്പൊ അരി അരയ്ക്കാതെ വറുത്ത അരിപ്പൊടി വെച്ചിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലി ദോശ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അപ്പൊ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മടിക്കില്ലേ. ആദ്യം നമുക്ക് ഇഡ്ഡലിക്കും ദോശയ്ക്കും വേണ്ടുന്ന മാവ് ഒന്ന് തയ്യാറാക്കി എടുക്കാം. അപ്പൊ അതിനായിട്ട് ഇവിടെ 1/2 കപ്പ് ഉഴുന്നെടുത്തിട്ടുണ്ട്. അതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുക. 2 കപ്പ് വറുത്ത അരിപ്പൊടി എടുക്കുമ്പോൾ 1/2 കപ്പ് ഉഴുന്ന് തന്നെ മതിയാവും. ഇതിന്റെ കൂടെ 1/2 ടീസ്പൂൺ ഉലുവയും കൂടെ ചേർത്ത് കൊടുക്കുക. ഉലുവയാണേലും ഒരുപാട് കൂടണ്ട. ഇനി ഇത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം. വെള്ളം നല്ല ക്ലിയർ ആകുന്നത് വരെ കഴുകിയെടുക്കണം. അതിനുശേഷം നമുക്ക് നല്ല നിരക്ക വെള്ളം ഒഴിച്ചിട്ട് ഒരു 4 മണിക്കൂർ നേരം ഒന്ന് കുതിരാനായിട്ട് മാറ്റി വെക്കാം. ഈ സമയം തന്നെ നമുക്ക് ആവശ്യത്തിനുള്ള അരിപ്പൊടിയും കൂടെ ഒന്ന് കലക്കിയെടുക്കാം. അപ്പൊ 2 കപ്പ് വറുത്ത അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. പത്തിരി, അപ്പം, ഇടിയപ്പത്തിനൊക്കെ എടുക്കുന്ന വറുത്ത അരിപ്പൊടി തന്നെയാണ്. അപ്പൊ ഏത് കപ്പിലാണോ നമ്മൾ അരിപ്പൊടി അളന്നെടുക്കുന്നത് ആ സെയിം കപ്പിൽ തന്നെ വേണം ഉഴുന്നും അളന്നെടുക്കാനായിട്ട്. ഇപ്പൊ 2 കപ്പ് പൊടിയാണ് എടുക്കുന്നതെങ്കിൽ 1/2 കപ്പ് ഉഴുന്ന് തന്നെ കറക്റ്റ് അളവാണ്. പിന്നെ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് കട്ടയില്ലാതെ നന്നായിട്ടൊന്ന് കലക്കിയെടുക്കണം. അപ്പൊ വെള്ളത്തിന്റെ അളവ് എന്ന് പറയുന്നത് ഓരോ പൊടിയുടെയും വറവ് അനുസരിച്ച് വ്യത്യാസം വരാം. അപ്പൊ ഒരു 2.5 ഗ്ലാസ് വെള്ളം ഒഴിച്ചതിന് ശേഷമാണ് എനിക്ക് കട്ടയില്ലാതെ ഈ ഒരു രീതിക്ക് മാവ് കലക്കിയെടുക്കാനായിട്ട് പറ്റിയത്. അപ്പൊ നിങ്ങൾ വെള്ളം ആദ്യം കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ട് കട്ടയില്ലാതെ ഈ ഒരു പരുവത്തിൽ വേണം കലക്കിയെടുക്കാനായിട്ട്. ഇപ്പൊ പൊടി ആദ്യമേ തന്നെ ഇതുപോലെ കലക്കി വെക്കണം എന്നില്ല. ഉഴുന്ന് അരയ്ക്കുന്ന സമയം കൊണ്ട് പൊടി നമുക്ക് കലക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പൊ ഞാൻ എപ്പോഴും ചെയ്യുന്ന ഒരു രീതി വെച്ചിട്ട് എല്ലാം കൂടെ ഒരുമിച്ച് അങ്ങ് ചെയ്തു എന്ന് മാത്രം. അപ്പൊ ഇതെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് അവലാണ്. ഇപ്പൊ 1/3 കപ്പ് അവല് എടുത്തിട്ടുണ്ട്. വൈറ്റ് കളർ അവലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അല്പം കട്ടിയുള്ള ടൈപ്പ് അവലാണ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള തിന്നായിട്ടുള്ള അവല എടുക്കുന്നതെങ്കിൽ അത് നമുക്ക് അരയ്ക്കുന്ന സമയത്ത് വെള്ളം ഒഴിച്ച് കുതിർത്ത് അരച്ചെടുത്താൽ മതി. അപ്പൊ ഇതൊരു ഇത്തിരി നേരത്തെ ഒന്ന് കുതിർത്തെടുക്കണം. അപ്പൊ ഇതിലേക്ക് വെള്ളം ഒന്ന് നിരക്കാൻ പാകത്തിന് ഒഴിച്ചിട്ട് മാറ്റി വെക്കാം. ഇനി അവലിന് പകരം നിങ്ങൾക്ക് ചോറ് വേണമെങ്കിലും ചേർക്കാം. ചോറാണെങ്കിലും അളവ് കൂടി പോവണ്ട, 1/3 കപ്പ് തന്നെ മതിയാവും. ഒരുപാട് കൂടി പോയി കഴിഞ്ഞാൽ ഇഡ്ഡലിക്കും ദോശക്കൊക്കെ ഒരു ഒട്ടല് പോലെ ആയിരിക്കും, ഒരു പശമയം ഉണ്ടാവും. അപ്പൊ കറക്റ്റ് അളവിൽ തന്നെ അത് എടുക്കുക. ഇതെല്ലാം പാകത്തിന് കുതിർന്ന് വന്നിട്ടുണ്ട്. 4 മണിക്കൂറിന് ശേഷമാണ് നമ്മൾ മാവ് അരച്ചെടുക്കാനായിട്ട് പോകുന്നത്. ഇപ്പൊ ഞാനിവിടെ ഗ്രൈൻഡറിലാണ് അരച്ചെടുക്കുന്നത്. നിങ്ങൾ മിക്സിയിലാണ് അരച്ചെടുക്കുന്നതെങ്കിൽ ഉഴുന്ന് നന്നായി കുതിർന്നതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കുക. ഉഴുന്ന് നന്നായി തണുത്തതിന് ശേഷം മിക്സിയിൽ നമുക്ക് അരച്ചെടുക്കാം. ഇപ്പൊ ഞാൻ ഗ്രൈൻഡറിലാണ് അരച്ചെടുക്കുന്നത്. അപ്പൊ ആദ്യം ഉഴുന്ന് കുറച്ചിട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് നമ്മൾ ഉഴുന്ന് കുതിരാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന വെള്ളം, ആ വെള്ളമാണ് അരയ്ക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. പാകത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. അപ്പൊ അതിന്റെ കൂടെ തന്നെ നമുക്ക് 4 പീസ് ഐസ് ക്യൂബും കൂടെ ചേർത്ത് കൊടുക്കണം. മാവ് നല്ല പതഞ്ഞ് നല്ല പഞ്ഞി പോലെ ആവാനായിട്ടാണ്. ഉഴുന്ന് അരയ്ക്കുന്ന സമയത്ത് അത് മിക്സിയിലാണെങ്കിലും ഗ്രൈൻഡറിലാണെങ്കിലും ഒരു 4 പീസ് ഐസ് കൂടെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ മാവ് നല്ല പതഞ്ഞ് നല്ലൊരു പഞ്ഞി പോലെ ആയി വരും. ഉഴുന്ന് നല്ല ക്രീമി പരുവത്തിലായി കഴിഞ്ഞാൽ നമ്മുടെ ഇഡ്ഡലി നല്ല സോഫ്റ്റ് ആയിരിക്കും. അപ്പൊ ഗ്രൈൻഡർ ഉണ്ടോന്നുണ്ടെങ്കിൽ നിങ്ങൾ ഗ്രൈൻഡറിൽ തന്നെ അരച്ചെടുക്കാം കേട്ടോ. കഴുകിയെടുക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് കാരണം മിക്കവരും ഗ്രൈൻഡർ യൂസ് ചെയ്യാറില്ല. നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല പഞ്ഞി പോലുള്ള ഇഡ്ഡലിയുടെ മെയിൻ രഹസ്യം തന്നെ നമ്മുടെ ഉഴുന്ന് നല്ല ക്രീമി ആയിട്ട് അരഞ്ഞു വരുന്നതാണ്. മിക്സിയിൽ നമുക്ക് ഇത്ര ക്രീമി ആയിട്ട് അരച്ചെടുക്കാൻ പറ്റില്ല. അതായത് ഇതുപോലെ നല്ല പതപതാന്നാണ് നമ്മുടെ ഉഴുന്ന് കിട്ടിയിട്ടുള്ളത്. അതുപോലെ തന്നെ 1/2 കപ്പ് ഉഴുന്നാണെങ്കിൽ പോലും നല്ല ക്വാണ്ടിറ്റിയിലാണ് ഉഴുന്ന് അരഞ്ഞു വന്നിട്ടുള്ളത്. നല്ല പെർഫെക്റ്റ് കളറിലും കിട്ടും. അപ്പൊ അരച്ചെടുത്ത ഉഴുന്ന് ഞാനൊരു വലിയ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. മാവ് എപ്പോഴും നമ്മൾ മിക്സ് ചെയ്ത് വെക്കുമ്പോൾ അല്പം വലിപ്പമുള്ള പാത്രത്തിൽ വേണം വെക്കാനായിട്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ അത് ഫെർമെന്റ് ആയ ശേഷം പുറത്തേക്ക് തൂളി പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇനി നമുക്ക് അവലും കൂടി അരച്ചെടുക്കാം. അപ്പൊ അവൽ അരയ്ക്കാനും ഉഴുന്ന് കുതിർന്ന വെള്ളം തന്നെയാണ് എടുക്കുന്നത്. പാകത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നല്ല ഫൈൻ ആയിട്ട് വേണം അവലും അരച്ചെടുക്കാനായിട്ട്, ഒട്ടും തരിയില്ലാതെ അരച്ചെടുക്കാം. ഇപ്പൊ അവൽ അരച്ചത് നമുക്ക് ഉഴുന്നിലേക്ക് ചേർത്ത് കൊടുക്കാം. അതുപോലെ നമ്മൾ നേരത്തെ കലക്കി വെച്ചിട്ടുള്ള നമ്മുടെ അരിപ്പൊടിയുടെ മിക്സും കൂടെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതുപോലെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി, നിങ്ങൾ മാവ് മിക്സിയിലാണ് അരച്ചെടുക്കുന്നതെന്നുണ്ടെങ്കിൽ ചൂടാവാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി ചൂടാവുന്ന പ്രശ്നം വരുവാണെന്നുണ്ടെങ്കിൽ അത് ഒരു 10 മിനിറ്റ് നേരം നമുക്ക് ജാറേ പൊടി ഫ്രീസറിലേക്ക് മാറ്റി വെക്കുക. അതിനുശേഷം വീണ്ടും അരച്ചെടുക്കാവുന്നതാണ്. മാവ് ചൂടായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇഡ്ഡലി ഹാർഡായി പോകും. അതിന്റെ മെയിൻ ഒരു കാരണം തന്നെ ഈ മിക്സിയിൽ അരയ്ക്കുമ്പോൾ മാവ് ചൂടാവുന്നതാണ്. പൊടി കലക്കിയ പാത്രത്തിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചിട്ട് അതുകൂടി ഞാൻ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇനി കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ട് മിക്സ് ആക്കി എടുക്കണം. അപ്പൊ മിക്സ് ആക്കിയ ശേഷം സൈഡിലൊക്കെയുള്ള മാവൊക്കെ ഒന്ന് തുടച്ച് കളയണം. ഇനി നമുക്ക് ഒരു 8 മണിക്കൂർ നേരം ഇതൊന്ന് ഫെർമെന്റ് ആവാനായിട്ട് മാറ്റി വെക്കാം. അപ്പൊ അടച്ചു വെക്കുന്ന സമയത്ത് ഫുൾ ആയിട്ട് അടച്ചു വെക്കരുത്. ഇത്തിരി ഒരു ഗ്യാപ്പ് ഇട്ടിട്ട് വേണം അടച്ചു വെക്കാനായിട്ട്.
ഇപ്പൊ രാവിലെ ആയിട്ടുണ്ട്, നമ്മുടെ മാവ് നല്ല ഫെർമെന്റ് ആയിട്ടുണ്ട്. ഫുള്ളായിട്ട് അങ്ങ് അടച്ചു വെച്ച് കഴിഞ്ഞാലുള്ള പ്രശ്നം എന്താന്ന് വെച്ചാൽ ഈ സമയത്ത് നമ്മളിങ്ങനെ തുറക്കുന്ന സമയത്ത് വല്ലാത്തൊരു സ്മെല്ലായിരിക്കും. ഇപ്പൊ നല്ല പതഞ്ഞു പൊങ്ങിയിട്ടുണ്ട് നമ്മുടെ മാവ്. ഇപ്പൊ ഞാൻ ഉപ്പൊന്നും ചേർത്തിട്ടില്ല. ഇനി നമ്മൾ ചുട്ടെടുക്കാൻ സമയത്താണ് ഉപ്പ് ചേർക്കുന്നത്. നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. ഇതുണ്ട്, നമ്മുടെ മാവ് നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇപ്പൊ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും നമ്മൾ മിക്സിയിൽ അരച്ചെടുക്കുന്നതും ഗ്രൈൻഡറിൽ അരച്ചെടുക്കുന്നതും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. മിക്സിയിൽ അരച്ചാലും ഈ ഒരു രീതിക്ക് കിട്ടും. അപ്പൊ മാവ് ഒട്ടും ചൂടാവാതെ ഉഴുന്ന് നല്ല പതഞ്ഞു വരുന്ന രീതിക്ക് വേണം അരച്ചെടുക്കാനായിട്ട്. അപ്പൊ ഞാൻ പറഞ്ഞ പോലെ 10 മിനിറ്റ് ജാറോടുകൂടി തന്നെ ഫ്രീസറിൽ വെച്ചതിന് ശേഷം നമുക്ക് അരച്ചെടുത്താൽ മതി. ഇപ്പൊ നമ്മൾ മൊത്തത്തിൽ മാവില് ഉപ്പിട്ടിട്ട് മിക്സ് ചെയ്യുന്നില്ല. ഞാൻ ആവശ്യത്തിനുള്ള മാവ് മാത്രം എടുത്തതിന് ശേഷം ബാക്കി മാവ് ഫ്രിഡ്ജിലേക്ക് മാറ്റുവാണ്. അപ്പൊ ഫ്രിഡ്ജിലേക്ക് വെക്കുന്നതിന് മുമ്പ് നമ്മൾ ഈ സൈഡിലൊക്കെ ഉള്ളത് കംപ്ലീറ്റ് ക്ലീൻ ചെയ്തതിന് ശേഷം നന്നായിട്ട് അടച്ച് നമുക്ക് ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കാം. മൊത്തത്തിൽ മാവിൽ ഉപ്പ് ചേർത്ത് വെക്കുകയെന്നുണ്ടെങ്കിൽ മാവ് വല്ലാണ്ട് പൊളിച്ചു പോകും. അപ്പൊ നമുക്ക് ആവശ്യമുള്ളതിൽ മാത്രം ഉപ്പ് ചേർത്ത് വെക്കുക. ബാക്കി മാവ് അതുപോലെ തന്നെ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കുക. പിറ്റേ ദിവസം നമുക്ക് എത്ര മാവാണോ ആവശ്യമുള്ളത് അത്രയും മാത്രം എടുത്തിട്ട് ബാക്കി അതുപോലെ തന്നെ ഫ്രിഡ്ജിലേക്ക് വെക്കുക. ആവശ്യമുള്ളതിൽ മാത്രം ഉപ്പിട്ടാൽ മതി. അതുപോലെ തണുപ്പ് മാറാൻ നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല. പെട്ടെന്ന് തന്നെ നമുക്ക് ഇഡ്ഡലി ദോശ എന്താന്ന് വെച്ചാൽ തയ്യാറാക്കി എടുക്കാം. അപ്പൊ നമുക്ക് ഇഡ്ഡലി ഉണ്ടാക്കിയെടുക്കാം. ഇപ്പൊ ഞാൻ സ്റ്റീമറിൽ വെള്ളം വെച്ചിട്ടുണ്ട്. വെള്ളം നന്നായിട്ടൊന്ന് ചൂടാകുമ്പോഴേക്കും ഇഡ്ഡലി തട്ട നിറക്കി വെച്ച് കൊടുക്കുക. അതിലേക്ക് ഇത്തിരി ഓയിൽ ഒന്ന് സ്പ്രെഡ് ആക്കി കൊടുക്കാം. വെളിച്ചെണ്ണയോ അല്ലാന്നുണ്ടെങ്കിൽ നല്ലെണ്ണയോ തേച്ച് കൊടുത്താൽ മതി. ഇനി നമുക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം. മാവ് ഒരു 3/4 ഭാഗത്തോളം തട്ടിൽ ഒഴിച്ചു കൊടുക്കുക. നിറച്ചങ്ങോട്ട് പൊങ്ങി നിൽക്കുന്ന രീതിയിൽ ഒഴിച്ചു കൊടുക്കരുത്. അപ്പൊ ഏറ്റവും നല്ലത് ഇഡ്ഡലി ഉണ്ടാക്കാനായിട്ട് അലുമിനിയത്തിന്റെ കുഴിവുള്ള ടൈപ്പ് ഇഡ്ഡലി പാത്രം ആണെങ്കിൽ ഇഡ്ഡലി നല്ല ഒന്നുകൂടി നന്നായിട്ട് പൊങ്ങി കിട്ടും. സ്റ്റീലിന്റെ ഒക്കെ ആകുമ്പോഴത്തേക്കും അധികം അങ്ങോട്ട് കുഴിവുണ്ടാവില്ല. ഇനി നമുക്കിതൊരു 7-8 മിനിറ്റ് നന്നായിട്ട് സ്റ്റീം ചെയ്തെടുക്കാം. ഇഡ്ഡലി നന്നായിട്ടൊന്ന് വെന്ത് കിട്ടണം. ഏകദേശം ഒരു 7-8 മിനിറ്റ് കൊണ്ട് തന്നെ ഇഡ്ഡലി വെന്ത് കിട്ടും. ഇപ്പൊ ഇഡ്ഡലി സ്റ്റീം ചെയ്യാൻ വെച്ചിട്ട് ഒരു 8 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഇഡ്ഡലി നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് വെന്തിട്ടുണ്ടോ എന്നൊരു ഡൗട്ട് ഉണ്ടോന്നുണ്ടെങ്കിൽ ഒരു ടൂത്ത് പിക്കോ സ്ക്വയർ എന്തെങ്കിലും വെച്ചിട്ട് ഒന്ന് കുത്തി നോക്കുക. ക്ലിയർ ആയിട്ടുണ്ടെങ്കിൽ ഇഡ്ഡലി നന്നായിട്ട് വെന്തിട്ടുണ്ട്. 8 മിനിറ്റ് കൊണ്ട് തന്നെ നല്ല കറക്റ്റ് ആയിട്ട് ഇഡ്ഡലി വെന്ത് കിട്ടും. അപ്പൊ ഡൗട്ടിന്റെ കാര്യമൊന്നുമില്ല. ഇനി ബാക്കി നമുക്ക് ഇതുപോലെ തന്നെ ഇഡ്ഡലി ഉണ്ടാക്കിയെടുക്കാം. അപ്പൊ ഈ മാവ് വെച്ചിട്ട് തന്നെ ഞാൻ ദോശയും ഉണ്ടാക്കി കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ അതവിടെ സ്റ്റീം ചെയ്ത് വരട്ടെ. അപ്പൊ നമ്മുടെ ഇഡ്ഡലി ഒന്ന് തണുത്തതിന് ശേഷം നമുക്ക് ഇളക്കിയെടുക്കാം. ചൂടോടുകൂടി ഇളക്കി എടുത്തു കഴിഞ്ഞാൽ ഇഡ്ഡലിയുടെ അടിഭാഗം എല്ലാം തട്ടിൽ അങ്ങോട്ട് ഒട്ടിപ്പിടിക്കും. അപ്പൊ ഒന്ന് ചൂടാറിയതിന് ശേഷം നമുക്ക് ഇഡ്ഡലി ഇളക്കിയെടുക്കാം. അപ്പൊ ഇഡ്ഡലി തട്ടിൽ നിന്ന് എടുത്ത് വെക്കുന്നതിന് മുമ്പ് ഒരു ഇത്തിരി വെള്ളം ഒന്ന് സാധാരണ പച്ചവെള്ളം ഒന്ന് സ്പ്രെഡ് ആക്കി കൊടുക്കുക. ഇതുണ്ട്, നമ്മുടെ ഇഡ്ഡലി നല്ല സോഫ്റ്റ് ആണ്. നല്ല പൂ പോലെയുള്ള ഇഡ്ഡലിയാണ്. ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കി നോക്കാം. അരി കുതിർത്ത് അരയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മുടെ വീട്ടിലുള്ള വറുത്ത അരിപ്പൊടി വെച്ചിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്ക് ഇഡ്ഡലി ദോശ എന്താന്ന് വെച്ചാലും നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അപ്പൊ ഞാൻ കുറച്ച് മാത്രമേ ഇഡ്ഡലി ഉണ്ടാക്കുന്നുള്ളൂ. ബാക്കി ദോശ ഉണ്ടാക്കാനാണ് കേട്ടോ. ഇനി ദോശ ഉണ്ടാക്കുന്ന സമയത്ത് ആ മാവ് ഒരിത്തിരി വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് അയച്ചെടുക്കണം. കാരണം ഇഡ്ഡലി മാവിന്റെ അതിനേക്കാളും ഒരു ലൂസ് വേണമല്ലോ ദോശ മാവിന്. അപ്പൊ ആ ഒരു പരുവത്തിൽ നമുക്ക് ഒരല്പം വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുക. പിന്നെ ദോശ തവയിലേക്ക് ഇത്തിരി വെള്ളം ഒന്ന് സ്പ്രെഡ് ആക്കി കൊടുക്കുക. ഓരോ പ്രാവശ്യം ദോശ ഉണ്ടാക്കുമ്പോഴും തവയില് ഇത്തിരി വെള്ളം ഒഴിച്ചിട്ട് തവയൊന്ന് മയപ്പെടുത്തി എടുക്കണം. എന്നിട്ട് വേണം നമുക്ക് ദോശ മാവ് ഒഴിച്ചു കൊടുക്കാനായിട്ട്. അപ്പൊ ഞാൻ ആദ്യം ഉണ്ടാക്കുന്നത് ഇതുപോലെ കുട്ടി കുട്ടി ദോശയാണ്. നമ്മുടെ തട്ടുകടയിലൊക്കെ കിട്ടുന്ന സ്പെഷ്യൽ ദോശ. അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ ഈ ദോശയ്ക്ക്. ഇവിടെ കൂടുതലും ദോശയാണ് എല്ലാവർക്കും ഇഷ്ടം. ഇനി അല്പം നെയ്യോ എണ്ണയോ ഏതാ നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ ഇത്തിരി ഒന്ന് ആക്കി കൊടുക്കുക. എന്നിട്ട് ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. ചെറുതായിട്ടൊന്ന് പ്രസ് ആക്കി കൊടുത്ത ശേഷം നമുക്ക് ദോശ പാനിൽ നിന്ന് എടുക്കാം. നല്ല പെർഫെക്റ്റ് ദോശയാണ്. നല്ല സോഫ്റ്റ് ദോശയാണ് കേട്ടോ. നല്ല ചൂട് ചമ്മന്തിയുടെ കൂടെ ഒക്കെ കഴിക്കാൻ അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ. ഇതേ മാവ് വെച്ചിട്ട് തന്നെ നമുക്ക് നെയ് റോസ്റ്റ് ഉണ്ടാക്കിയെടുക്കാം. നല്ല ക്രിസ്പി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള നെയ് റോസ്റ്റ് ആണ്. നല്ല കനം കുറച്ച് അങ്ങോട്ട് പരത്തി കൊടുക്കുക. അപ്പൊ ഞാൻ പറഞ്ഞ പോലെ ദോശ തവയില് ഓരോ പ്രാവശ്യം ദോശ എടുക്കുമ്പോഴും വെള്ളം കുടഞ്ഞിട്ട് തവയൊന്ന് മയപ്പെടുത്തി എടുക്കണം. ചൂടൊന്ന് ബാലൻസ് ചെയ്തെടുക്കണം. നമുക്ക് ഇതിലേക്ക് ഇതുപോലെ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് മൊരിഞ്ഞതിന് ശേഷം നമുക്ക് ദോശ പാനിൽ നിന്ന് എടുക്കാം. ആ സൈഡൊക്കെ ഒന്ന് തനിയെ തന്നെ വിട്ടു വന്നോളൂ. അടിപൊളി ദോശയാണ്. ഇതേ ദോശ മാവ് വെച്ചിട്ട് നമുക്ക് മസാല ദോശ ഉണ്ടാക്കാം. എല്ലാത്തിനും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു മാവ് തന്നെയാണ് കേട്ടോ.
അതുപോലെ ദോശമാവ് തയ്യാറാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട മെയിൻ ആയിട്ടുള്ള കാര്യമാണ് കറക്റ്റ് ആയിട്ട് മാവ് പുളിച്ച് പൊങ്ങി വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അപ്പൊ തന്നെ നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കുക. ഒരുപാട് സമയം പുറത്ത് വെച്ച് കഴിഞ്ഞാലും ദോശമാവ് പുളിച്ചു പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ ഉപ്പിടാതെ മാത്രം എടുത്തു വെക്കുക. നമ്മൾ ഉപ്പിട്ട് വെച്ച് കഴിഞ്ഞാലും ദോശമാവ് വല്ലാണ്ട് പുളിച്ചു പോകും. ഈ ഒരു ടിപ്പൊക്കെ നിങ്ങൾ കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ തന്നെയാണ്. നല്ല മരമരാന്നുള്ള ദോശയാണ് കേട്ടോ. നമുക്ക് അരി അരയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. വറുത്ത അരിപ്പൊടി വെച്ചിട്ട് നല്ല അടിപൊളി ദോശ ഉണ്ടാക്കിയെടുക്കാം, ഇഡ്ഡലി ഉണ്ടാക്കിയെടുക്കാം, മസാല ദോശ ഉണ്ടാക്കാം. എല്ലാത്തിനും നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു മാവാണ്. അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മാക്സിമം വീഡിയോ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മടിക്കല്ലേ. അതുപോലെ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്സ് അറിയിക്കുന്ന കാര്യം മറക്കരുത് കേട്ടോ. പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പൊ എന്നത്തെയും പോലെ വീണ്ടും നല്ല റെസിപ്പിയുമായി വരാം. അതുവരെ താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു.